തമിഴ്നാട് കൃഷ്ണഗിരിയിൽ 12-കാരെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ NCC മാസ്റ്റർ ശിവരാമന്റെ മരണത്തിൽ സംശയവുമായി പ്രതിപക്ഷം രംഗത്ത്. മരണം കൊലപാതകമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പഴനിസ്വാമിയും BJP അധ്യക്ഷൻ K അണ്ണാമലയും ആവശ്യപ്പെട്ടു. ശിവരാമൻ മരിക്കുന്നതിന് തലേ ദിവസം പിതാവ് അശോക് കുമാർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഉന്നതരെ രക്ഷിക്കാൻ പോലീസ് പ്രതിയെ കൊന്നുവെന്നാണ് ആരോപണം. പരിക്കൂർ പ്രദേശത്തെ സ്വകാര്യ സ്കൂളിൽ ഈ മാസം 5 മുതൽ 9 വരെയായിരുന്നു NCC ക്യാമ്പ്. ഇവിടെ വച്ചാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 16-നാണ് കുട്ടി ഈ വിവരം രക്ഷിതാക്കളെ അറിയിച്ചത്. ഒളിവിൽ പോയ ശിവരാമനെ കോയമ്പത്തൂരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെയാണ് സേലത്ത് ചികിത്സയിലിരിക്കെ ശിവരാമൻ മരിച്ചത്. കോയമ്പത്തൂരിൽ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ശിവരാമന്റെ കാലിന്റെ എല്ലു പൊട്ടിയിരുന്നു. തുടർന്ന് കൃഷ്ണഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ വച്ച് താൻ പിടിയിലാകുന്നതിനു മുൻപ് എലിവിഷം കഴിച്ചിരുന്നുവെന്ന് ശിവരാമൻ ഡോക്ടർമാരോട് പറഞ്ഞുവെന്നും തുടർന്ന് സേലം ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുമാണ് പോലീസ് പറയുന്നത്. വ്യാജരേഖകളുണ്ടാക്കിയാണ് ശിവരാമൻ NCC മാസ്റ്ററായതെന്നും ഇയാൾ വഴി മറ്റു പല ഉന്നതരിലേക്കും അന്വേഷണം എത്തുമെന്ന ഭയത്തിൽ കൊലപ്പെടുത്തിയതാകാമെന്നും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പഴനിസ്വാമി പറഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP അധ്യക്ഷൻ അണ്ണാമല ആവശ്യപ്പെട്ടു. ശിവരാമന്റെ പിതാവ് അശോക് കുമാർ വ്യാഴാഴ്ച രാത്രിയിൽ മരിച്ചിരുന്നു. മദ്യലഹരിയിൽ ഓടിച്ച് ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞായിരുന്നു മരണം. ഇക്കാര്യത്തിലും സംശയമുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. 24 ചെന്നൈ.